നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി 21 ശനിയാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാവുന്ന ദിവസമാണിത്. സർക്കാർ സംബന്ധമായ വിഷയങ്ങളിലും വ്യക്തിബന്ധങ്ങളിലും വെല്ലുവിളികൾ ഉയർന്നു വരാം. സാഹചര്യങ്ങളെ ക്ഷമയോടെ കൈകാര്യം ചെയ്യുക. ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. വിവാഹ കാര്യങ്ങളിൽ ശുഭകരമായ തീരുമാനങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണിത്. കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും മികച്ച പിന്തുണ ലഭിക്കും. സാമ്പത്തിക നേട്ടങ്ങളും പുതിയ ആഭരണങ്ങളോ അലങ്കാര വസ്തുക്കളോ സ്വന്തമാക്കാനുള്ള അവസരങ്ങളും തേടിയെത്തും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും വർദ്ധിക്കുന്ന ദിവസമാണിത്. മംഗളകരമായ ചടങ്ങുകൾ നടക്കാനും തൊഴിൽ രംഗത്ത് വിജയം നേടാനും സാധ്യതയുണ്ട്. ദാമ്പത്യ ബന്ധം കൂടുതൽ ദൃഢമാവുകയും മനസ്സിന് സംതൃപ്തി ലഭിക്കുകയും ചെയ്യും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ചില കാര്യങ്ങളിൽ അമിതമായ ഭയം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. മനക്കരുത്ത് കുറയാനും ഉറക്കക്കുറവ് അനുഭവപ്പെടാനും ഇടയുണ്ട്. സാമ്പത്തിക ക്ലേശങ്ങൾ, മാനസികമായ അസ്വസ്ഥതകൾ, പരാജയ ഭീതി എന്നിവ നേരിടേണ്ടി വന്നേക്കാം എന്നതിനാൽ കരുതൽ വേണം. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. കൂടുതൽ യാത്രകൾ ആവശ്യമായ ഒരു ജോലി മാറ്റത്തിന് ഇന്ന് സാഹചര്യം ഒരുങ്ങിയേക്കാം. മാനസികമായും സാമ്പത്തികമായും കഠിനമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ഉദര സംബന്ധമായ പ്രശ്നങ്ങളോ മാനസിക വിഷമങ്ങളോ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. സൗഹൃദങ്ങൾ പുതുക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ ദിവസമാണിത്. വളരെ കാലമായി കാണാതിരുന്ന ബാല്യകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടാൻ അവസരം ലഭിക്കും. നല്ല ഉറക്കം, ദാമ്പത്യപരമായ സന്തോഷം എന്നിവ ഈ ദിവസം വാഗ്ദാനം ചെയ്യുന്നു. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. സ്ഥാനലബ്ധി, ആരോഗ്യപരമായ ഉന്നതി എന്നിവ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണിത്. രുചികരമായ ഭക്ഷണം ആസ്വദിക്കാനുള്ള അവസരം ലഭിക്കും. ഭാഗ്യ അനുഭവങ്ങൾ, ജീവിത പങ്കാളിയിൽ നിന്നുള്ള സന്തോഷം, നല്ല സൗഹൃദങ്ങൾ എന്നിവ ഇന്ന് തേടിയെത്തും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഭക്ഷണങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തണം. ഭക്ഷ്യവിഷബാധ പോലുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. ശത്രുഭയം, വ്യവഹാര പരാജയം, മനസ്സമാധാനക്കുറവ് എന്നിവ അലട്ടാൻ ഇടയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ജീവിത പങ്കാളിയുമായോ മക്കളുമായോ ഉള്ള ഇടപെടലുകളിൽ തർക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. തൊഴിൽപരമായ തടസ്സങ്ങൾ, സാമ്പത്തിക ക്ലേശങ്ങൾ, രോഗദുരിതങ്ങൾ എന്നിവ അലട്ടിയേക്കാം. കൃത്യമായ വിശ്രമവും ഭക്ഷണവും ഉറപ്പുവരുത്തുക. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. സാഹിത്യകാരന്മാർക്ക് തങ്ങളുടെ സൃഷ്ടികൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ മികച്ച അവസരങ്ങൾ ലഭിക്കും. തൊഴിൽ രംഗത്ത് വിജയവും സഹോദരികളിൽ നിന്ന് പിന്തുണയും പ്രതീക്ഷിക്കാം. നല്ല സുഹൃത്തുക്കളെ ലഭിക്കാനും ധനലാഭത്തിനും സാധ്യത കാണുന്നു. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പുരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുള്ള ദിവസമാണിത്. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ പ്രതികൂല ഫലങ്ങളോ അപമാനകരമായ സാഹചര്യങ്ങളോ ഉണ്ടാകാം. കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ആരോഗ്യപരമായ കാര്യങ്ങളിൽ നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണിത്. ശത്രുദോഷങ്ങൾ കുറയും. കുടുംബജീവിതത്തിൽ സൗഖ്യമുണ്ടാകും. തൊഴിൽ രംഗത്ത് വിജയവും സാമ്പത്തികമായ ഉന്നതിയും കാണുന്നു. ബന്ധുക്കളിൽ നിന്നും ഗുണാനുഭവങ്ങൾ ലഭിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.